നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഒരു ഒരു ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള കാരണം എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ആദ്യം ഞാൻ പരിചയപ്പെടുത്തേണ്ടത് സോളാറാണ്. കഴിഞ്ഞ മാസമാണ്, കഴിഞ്ഞ 20-ാം തീയതിയാണ് ഞാൻ വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഞാൻ ഈ സോളാറിൽ ആദ്യം നോക്കിയത് വെച്ചാൽ അവർ ഉപയോഗിക്കുന്ന പൈപ്പാണ്. കാരണം ഇത് 30 വർഷമൊക്കെ വാറണ്ടി എന്ന് പറയുന്ന സമയത്ത് പൈപ്പ് മോശമാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ടാറ്റയുടെ പൈപ്പാണ് ഉപയോഗിച്ചത് മൊത്തമായിട്ട്. അത് GI പൈപ്പ്. അതുപോലെ നമ്മൾ സ്ലാബിൽ ഡ്രില്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് ഇങ്ങനെ പശ കൊടുത്തിട്ട് നമ്മളെ കോൺക്രീറ്റിൽ നമ്മളെ സ്ലാബിൻ്റെ മേലെ ഈ പശ വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഡ്രില്ല് ചെയ്തിട്ടില്ല. പിന്നെ മുഴുവൻ ഭാഗം നന്നായിട്ട് പ്രൈമറൊക്കെ അടിച്ച് പെയിൻറ്റ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഈ സോളാറിൻ്റെ ഈ പാനൽ കയറ്റിയത്. ഈ വാരിയുടെ ഈ പാനൽ ഇതിലേക്ക് നമ്മൾ കയറ്റിയിട്ടുള്ളത് വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ സോളാറാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റാഫാണ് വന്നിരുന്നത്. അവരൊക്കെ എല്ലാ ജോയിൻറ്റിലൊക്കെ പെയിൻറ്റ് ചെയ്ത് വീണ്ടും പിന്നെ എല്ലാ സ്ഥലവും നോക്കി കറക്റ്റായിട്ടാണ് ഒക്കെ ചെയ്തത്. നല്ലൊരു ടീമാണ് വന്നിട്ടായിരുന്നത്. ആ ഒരു പാനലൊക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് ചെയ്ത രീതിയൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. വളരെ തൃപ്തികരമാണ്, നന്നായിട്ടാണ് ചെയ്തത്. ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഗ്രീൻ സോളാർ എന്ന് പറയുന്നത് പൊതുവേ റേറ്റും കുറവാണ്. എനിക്ക് സബ്സിഡി കവറിനൊക്കെ സെറ്റ് ഒക്കെ എല്ലാ പേപ്പർ വർക്കൊക്കെ അവർ ചെയ്തിട്ട് നമുക്കൊരു റിസ്ക്കും ഇല്ല. അവർ നമുക്ക് സ്ഥലം കാണിച്ചു കൊടുത്താൽ മതി. ബാക്കി എല്ലാവർ ക്ലിയറായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ സഹീർ എന്ന് പറയുന്ന ഒരു സ്റ്റാഫായിരുന്നു വന്നിരുന്നത്. പിന്നെ അതിൻ്റെ ഓണർ റിസ്വാൻ സുഹൃത്താണ്, ഗ്രീൻ സോളാറിൻ്റെ റിസ്വാൻ സുഹൃത്താണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ തൃപ്തികരമാണ്. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ടീമാണ് ഗ്രീൻ സോളാർ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ വെച്ച സോളാർ. 9 പാനലുകളാണ്. ഇത് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ഒരു 22 മുതൽ 25 വരെ ആണ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. ഇതൊരു ആവറേജ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇതിൽ 9 പാനലാണുള്ളത്. ഇത് വാരി എന്ന് പറയുന്ന ബ്രാൻഡാണ്. വാരിയാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ആ ബ്രാൻഡാണ് വെച്ചിട്ടുള്ളത്. 5 kV ആണ് വെച്ചിട്ടുള്ളത്. 5 കിലോവാട്ട്. ഇതാണ് വാരി ബ്രാൻഡ്. 5 കിലോവാട്ടാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു തെങ്ങിന് ചെറിയ ശല്യം ഒരു 4 മണിക്ക് ശേഷം ഉണ്ട്. എന്നാൽ രാവിലെ യാതൊരു പ്രശ്നമില്ല. രാവിലെ ഒരു 6-7 മണി വെയിൽ തുടങ്ങുന്ന സൂര്യ ഉദിക്കുന്നത് മുതൽ തന്നെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നുണ്ട്. ഒരു 22 മുതൽ 25 വരെയാണ് ഇപ്പോൾ ഡെയിലി പ്രൊഡക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസമായിട്ടില്ല, വെച്ചിട്ട് ഒരു മാസം ആയിട്ടില്ല. ഈ മാസം 5-ാം തീയതിയാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത്. എല്ലാ വർക്കും കഴിഞ്ഞ് 5-ാം തീയതിയാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഓക്കെ, ഈ ഒരു സോളാറാണ് എന്നെ EV കാറിലേക്ക് എത്തിക്കാനുള്ള കാരണം. ഇനി ഇതാണ് അതിൻ്റെ മറ്റ് ഇൻവെർട്ടർ, അതിൻ്റെ സെറ്റിങ്സൊക്കെ. അപ്പോൾ അതിൽ ഇൻവെർട്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ അറിയണമെങ്കിൽ ഇതിലാണ് നമ്മൾ പ്രൊഡക്ഷൻ കാണിക്കുക. അത്ര വലിയ അറിവൊന്നും ഇതിനെക്കുറിച്ചില്ല. ഫസ്റ്റ് കാണിക്കുന്നത് ഇന്നത്തെ പ്രൊഡക്ഷനാണ്. അത് ഇന്ന് 1400 വാട്ടാണ് ഇതുവരെ ആയിട്ടുള്ളത്. ടോട്ടൽ ഇപ്പോൾ ഇതുവരെ 505 കിലോ വാട്ടാണ് ഇതുവരെ പ്രൊഡക്ഷൻ ആയിട്ടുള്ളത്. അത് ഏകദേശം ഇതൊരു 22 ദിവസം കൊണ്ടുള്ള പ്രൊഡക്ഷനാണ്. നമ്മളെ ഇതിലൊരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മഴ ഉള്ളതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റ് കൊടുത്തതാണ്. ഇവിടെ ഇത് ഫെസ്റ്റോണിൻ്റെ ഇൻവെർട്ടറാണ്. ഇത് അതിൻ്റെ മീറ്റർ ഗ്രീൻ സോളാറിൻ്റെ മീറ്ററാണ്. അവരുടെ ബോർഡാണത് മീറ്റർ. അതുപോലെ തന്നെ മീറ്റർ KCB 3 phase ആണ്. ആ മീറ്റർ KCB ഇപ്പോൾ മാറ്റിയതാണ്. ഈ മീറ്റർ മാറ്റുന്ന സമയത്ത് KCB പറഞ്ഞു, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, രാത്രി ഇത് 3 തരത്തിലാണ് ചാർജ് ചെയ്യുന്നത്. വൈകുന്നേരം 6 to 10, രാത്രി 10 to 6, രാവിലെ 6 to വൈകുന്നേരം 6. ഇങ്ങനെ ഈ രീതിയിൽ 3 ചാർജാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ, ഇനിയിപ്പോൾ നമ്മൾ സമയം നോക്കി ഉപയോഗിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സമയത്ത് ഞാൻ ഒന്നും കൂടെ
പഴയ ബില്ല് ചെക്ക് ചെയ്തു, കഴിഞ്ഞ മാസത്തെ ബില്ല് ചെക്ക് ചെയ്തപ്പോൾ അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് എൻ്റെ ബില്ല് 3 ഫേസ് ആക്കിയത് മുതൽ കൃത്യമായിട്ട് ഈ 3 സമയവും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ബില്ല് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു മാറ്റമൊന്നുമില്ല, നേരത്തെ വന്നത് അതുപോലെയാണ്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇനി മന്ത്ലിയാണ് ബില്ല് വരാമെന്ന മാറ്റം പറഞ്ഞത്. അപ്പോൾ എനിക്കിതുവരെ ബില്ല് എത്തിയിട്ടില്ല കേട്ടോ. ഈ 1-ാം തീയതിക്ക് ശേഷം ബില്ല് വരുന്നുള്ളൂ, ഫസ്റ്റ് ബില്ല് വരുള്ളൂ. അപ്പോൾ ആ ബില്ല് വന്നാലേ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇ വിയിലേക്ക് ഞാൻ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സോളാർ തന്നെയാണ്. സോളാർ വെച്ചുകൊണ്ടാണ് ഇ വിയിലേക്ക് എത്താനുള്ള കാരണം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് എൻ്റെ കൂടെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഷുഹൈബ് മാഷാണ് ആദ്യമായിട്ട് വീട്ടിൽ സോളാർ വെച്ചത്. അപ്പോൾ മൂപ്പരിങ്ങനെ സ്കൂളിൽ വരുന്ന സമയത്ത്, ക്ലാസ് സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് മൂപ്പരിങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് ഇന്ന് ഇത്ര പ്രൊഡക്ഷൻ കിട്ടി, ഇന്നലെ എത്ര കിട്ടി, വെയിലാണ്, നല്ല വെയിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ആ സമയത്താണ് ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് ഒരു സോളാർ എനിക്ക് വെച്ചുകൂടാ എന്ന രീതിയിൽ ചർച്ച ചെയ്യുകയും. കാരണം എനിക്ക് മാസ ബില്ല് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4000 മുതൽ 8000 വരെയാണ് എൻ്റെ ബില്ല് മന്ത്ലി വരാറുള്ളത്, 2 മാസത്തിൽ വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സോളാർ വെക്കുക എന്നൊരു പ്ലാൻ ചെയ്യുകയും അങ്ങനെ ഗ്രീൻ സോളാറിന് ബന്ധപ്പെട്ട് സോളാർ വെച്ചു. എനിക്കവർ 3 ലക്ഷത്തിനാണ് കൊട്ടേഷൻ തന്നത്. അതിൽ 78,000 രൂപ സബ്സിഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ലക്ഷത്തിൻ്റെ സബ്സിഡി കഴിച്ച് 2,22,000 രൂപയാണ് എനിക്കിതിന് ചിലവായിട്ടുള്ളത്. അവർ പൈപ്പൊക്കെ നല്ല ടാറ്റയുടെ GI പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ മെറ്റീരിയലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അവർ ഉപയോഗിക്കുന്നത്. വളരെ നല്ല തൃപ്തികരമാണ്. അവരുടെ വർക്കൊക്കെ വളരെ തൃപ്തികരമാണ്. നല്ല സർവീസ് കിട്ടും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇ വിയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സോളാറാണ്. സോളാർ വെച്ചതിന് ശേഷമാണ് എന്തുകൊണ്ട് ഇ വി ആയിക്കൂടെ എന്ന് ചിന്തിക്കുകയും അങ്ങനെയാണ് ഇ വി എടുത്തത്.